ഹലോ, ഇന്ന് ഞാൻ ആക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ബൂന്തി റെസിപ്പിയാണ്. ഒരു ഗ്ലാസ് കടലപ്പൊടി അല്ലെങ്കിൽ ബേസൻ നമുക്ക് നല്ലോണം അരിച്ചെടുക്കാം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ ആക്കുന്നുണ്ട്. ലംസ് ഒന്നും ഇല്ലാണ്ട് വേണം ബാറ്റർ ആക്കാൻ. അധികം വെള്ളം അല്ലെങ്കിൽ കട്ടിയുള്ള മാവല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ്. ഇത്രയും വെള്ളം ബാക്കിയായിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ നമുക്ക് എണ്ണ ചൂടായി കൊടുക്കാം. എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു അരിപ്പുള്ള കയ്യിൽ നമുക്ക് ഇതുപോലെ ബൂന്തി ഉണ്ടാക്കാം. ഓരോരോ കയ്യിൽ മാത്രം ഓരോരോ സ്പൂണിൽ വെച്ചിട്ട് വേണം നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല ക്രിസ്പി ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ക്രിസ്പി ആയതിൻ്റെ ശേഷം നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ബാക്കിയുള്ള ബാറ്ററും ഇതേപോലെ തന്നെ ബൂന്തി ആക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിന് വേണ്ടുന്ന ഷുഗർ സിറപ്പിന് ഞാൻ 1 ഗ്ലാസ് പഞ്ചസാരയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ച് കൊടുക്കണം. കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് നെയ്യും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം തിളപ്പിച്ച് കൊടുക്കാം. നല്ല ബോയിലായി വരുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് തിക്കായി വരും. ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഈ ഉണ്ടാക്കി വെച്ച ബൂന്തിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് മുഴുവൻ മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഹാഫ് ആൻ അവർ കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആൻഡ് സോഗി ആയിട്ടുള്ള സ്വീറ്റ് ബൂന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ബൂന്തി റെസിപ്പിയാണ്.